ശ്രുതി മറന്നു മൂക്കിൽ നീട്ടുന്ന പൊൻതന്തിയിൽ വിരൽ മുറിഞ്ഞു തളരും തിന്നലായി തനിയെ നിൽപ്പു ഞാൻ നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഒരു പാട്ട് പാടാനൊന്നും അല്ല വന്നത് കേട്ടോ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചൊരു പാട്ടായതുകൊണ്ട് പാടിയെന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ പോസ്റ്റ്മോർട്ടം ബേബി ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നിവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചിലവർ വിചാരിക്കും, അയ്യോ ഇത് നമുക്കുള്ള വീഡിയോ ഒന്നല്ല, പോയേക്കാന്നല്ലേ. പക്ഷെ പോകരുത്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് വീട്ടിലെല്ലാം ഭയങ്കര സന്തോഷമാണ്, പുതിയൊരു ആൾ വരുന്ന ആ ഒരു സന്തോഷം. പക്ഷേ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിചാരിച്ച പോലെ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ, സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. അത് ഒരു ഭയങ്കര പ്രയാസമേറിയൊരവസ്ഥയാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടായിട്ട് നമ്മളത് അറിയാതെ പോവുകയും നമുക്ക് അവരെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ ആയി പോവുകയും പറ്റുന്ന ഒരു സന്ദർഭം അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. ഭയങ്കര മോശമാണ് അല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലൊരു ഡെലിവറി, ഒരു പ്രസവം എന്തായാലും ഉണ്ടാവും. കാരണം അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളോ പെൺമക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ആരായിട്ടും ഒരു ഗർഭവും പ്രസവവും അല്ലെ ഒരു പ്രസവാനന്തര ഒരു സിറ്റുവേഷൻ എല്ലാം എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ബേബി ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാനിത് മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലിനിക്കിൽ ആളുകൾ വരാറുണ്ട്. അവർ പറയും, അയ്യോ ഈ പ്രസവിച്ചിട്ട് ഇവർ കുഞ്ഞിനെ നോക്കുന്നില്ല, കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല, കുഞ്ഞിനോടൊരു ഇഷ്ടമില്ല, എന്ത് ഡോക്ടർ ഇവൾ ഇങ്ങനെ, ഇവൾക്കൊരു സന്തോഷമില്ല. അങ്ങനെ ഒരുപാട് അമ്മമാർ, ഒരുപാട് ഭർത്താക്കന്മാർ അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളപ്പോൾ അവരോട് പറയും ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെന്ന്. 5-6 പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് പോലും ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ വളരെ മോഡേൺ ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ചൊരു അറിവില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെയൊരു അങ്ങനെയൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലേ? ഇത് ഒരു മൂഡ് ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഒരു വിഷാദമാണ്. ഒരു വിഷാദം നിറഞ്ഞ ഒരവസ്ഥയാണ്. പ്രസവിച്ച് അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു തരം വിഷാദമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഹൗ കോമൺ ഇറ്റ് ഈസ് അല്ലേ. നമ്മൾ വിചാരിക്കും അത് ലക്ഷക്കണക്കിൽ ഒരാൾക്കായിരിക്കും വരുന്നത്, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, ഇറ്റ് ഈസ് വെരി കോമൺ. നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ ഏകദേശം 1 കോടി അടുത്ത് ആളുകൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് റിപ്പോർട്ടഡ് കേസസ് ഉണ്ട്. അത് റിപ്പോർട്ടഡ് കേസസ് ആണ്. അപ്പം നമ്മൾ അറിയാതെ എത്ര കേസസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് വെരി കോമൺ. സോ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, ഒരുപാട് അറിഞ്ഞിരിക്കണം. ഇത് എത്ര ഗൗരവമേറിയ കാര്യമാണ്. ചിലത് ഒരു നേരിയ വിഷാദമായിരിക്കും അല്ലേ, അതൊരു 2 ആഴ്ചക്കുള്ളിൽ അത് പോവും. പക്ഷേ ചിലത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്രഷനിലേക്കും സ്വയം അപായപ്പെടുത്താനുള്ള ഒരു പ്രവണതയും ആത്മഹത്യാ ചിന്തകളും ആത്മഹത്യാ പ്രേരണയും പോലും ഉണ്ടാവുന്ന അത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോഴെങ്കിലും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, പ്രസവിച്ച സ്ത്രീ പെട്ടെന്ന് ഒരു നവജാത ശിശുവിനെ കൊണ്ട് ആത്മഹത്യ ചെയ്തു, നവജാത ശിശുവിനെ ഉപേക്ഷിച്ചിട്ട് അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെയുള്ള വാർത്തകളും നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലേ. ചിലത് കുടുംബ പ്രശ്നമായിരിക്കും, പക്ഷെ ചിലത് ഈ ഒരു വിഷാദ രോഗം ചികിത്സ കിട്ടാതെയോ പ്രോപ്പറായിട്ടുള്ള അവർക്കൊരു ഹെൽപ്പ് കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. വീഡിയോ ബോറിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ എന്തായാലും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ ലൈഫിൽ ഡിപ്രഷനും മാനസിക അസ്വാസ്ഥ്യങ്ങളും ഒക്കെ കൂടി വരികയാണ്. ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ്, ജീവിത സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥയിൽ ഒരുപാട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഇതുപോലുള്ള അവസ്ഥകളും വിഭ്രാന്തികളൊക്കെ ഒരുപാട്
കൂടി വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് ബോധവാന്മാരായിരിക്കണം. ഓക്കെ, അപ്പം വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് അല്ലേ? ഇത് ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഫിസിക്കൽ കാരണങ്ങളുണ്ടാവും, ഇമോഷണൽ കാര്യങ്ങളുണ്ടാവാം. ഫിസിക്കൽ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ മുതലേ ഉള്ള പല പല കാരണങ്ങളും ഇതിന് ബാധിക്കാം. കാരണം നമ്മൾ ചിലപ്പം ഭയങ്കര ഒരു വിഷമമേറിയ ഒരു ഗർഭകാലമായിരിക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. പ്രസവിക്കുന്ന സമയത്തും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു പ്രസവമായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് വേദന സഹിച്ചതിന് ശേഷം അവർക്കൊരു എമർജൻസി സിസേറിയന് വേണ്ടി വന്നിട്ടുണ്ടാവും. പിന്നെ എന്താണ്, നമ്മുടെ ഹോർമോൺസ് ഗർഭകാലത്തും പ്രസവശേഷവും ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശാരീരികമായ കാരണങ്ങളാവാം. മാനസികമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ്, ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ കുഞ്ഞ് എന്തിനാ കരയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സംശയവും ഉത്കണ്ഠ, പിന്നെ നമുക്ക് വീട്ടിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല, നമ്മളെ പാർട്ട്നേഴ്സിൽ നിന്നും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, പിന്നെ മൂത്ത ഒരു കുഞ്ഞുണ്ട്, വലിയ വ്യത്യാസമില്ല, അപ്പം അവർ തമ്മിലുള്ള ക്ലാഷസ്, ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും വെച്ചാൽ എല്ലാവരുടെ മനസ്സും ഒരുപോലെ അല്ലല്ലോ. അപ്പം ചിലവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള ചിന്തക്കും ദുഃഖത്തിനും കാരണമാവാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ റീസൺസും ഇതിനൊരു കാരണമാവാം. അപ്പോൾ വ്യക്തമായിട്ട് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ വന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പല ശാരീരിക കാരണങ്ങളും പല പല മാനസിക കാരണങ്ങളും കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ അവസ്ഥ വരുന്നത്. പിന്നെ ഇത് റിസ്ക് ഫാക്ടർ ആവുന്നത് വെച്ചാൽ മീൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വെച്ചാൽ മുമ്പ് എന്തെങ്കിലും വിഷാദ രോഗങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ, ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളുകൾ, പിന്നെ ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ഇതുപോലുള്ള അവസ്ഥ അനുഭവിച്ച ആൾ, പിന്നെ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, പിന്നെ കുഞ്ഞിന് ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ, പിന്നെ വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും ലഭിക്കാത്ത ആളുകൾക്ക്, അങ്ങനെയുള്ള ചില ആളുകൾക്കൊക്കെ ഇത് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരാനുള്ള മീൻസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അവർക്ക് എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല, പക്ഷെ ഇതും ഒരു ഫാക്ടർ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. നമുക്ക് വ്യക്തമായിട്ട് ഒരു കാരണം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണല്ലേ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവർക്ക് ഇതുപോലുള്ള ഒരു വിഷാദമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അകാരണമായ ദേഷ്യം, അകാരണമായ സങ്കടം, കരച്ചിൽ വരിക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി, കുഞ്ഞിനെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഓർമ്മക്കുറവ്, പിന്നെ എന്തെങ്കിലും സന്തോഷമുള്ള എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരുപാട് വിശേഷ അവസരങ്ങളൊക്കെ വരുമല്ലോ, കുഞ്ഞിൻ്റെ നൂലുകെട്ട്, അങ്ങനെ കുറേ ഫങ്ഷൻസ് നമ്മളെ നാട്ടിൽ വരുമല്ലോ. അപ്പം ഇതിലൊന്നും നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇത് ഒക്കെ ഉണ്ടെങ്കിലും എന്താണ്, നമ്മൾ അവരോട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അവർക്ക് ഇങ്ങനെ ഒരു വിഷാദമുണ്ടെന്ന്. അപ്പം ഇതൊക്കെയാണ് കണ്ടുവരുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. അപ്പോൾ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇതിന് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പോസ്റ്റ് പാർട്ടം ബേബി ബ്ലൂ, രണ്ടാമത്തത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, മൂന്നാമത്തത് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റ് പാർട്ടം ബേബി ബ്ലൂ എന്താണെന്ന്. ഓക്കെ, ബേബി ബ്ലൂ വളരെ നിസാരം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വളരെ ചെറുതാണ്. അതായത് അതിൽ കാണിക്കുന്ന മൂഡ് സ്വിങ്സും, പിന്നെ അവർക്കുണ്ടാവുന്ന ദുഃഖവും, അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും, അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവാം, വിശപ്പില്ലായ്മ ഉണ്ടാവാം, പിന്നെ ടെൻഷൻ ഉണ്ടാവാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ താരതമ്യേന കുറവായിരിക്കും, ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇത് ദിവസങ്ങൾ മുതൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കാം. അതായത് പ്രസവിച്ചതിന് ശേഷം 2-3 ദിവസങ്ങൾക്കകം ഇത് തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ് ഇതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, ബേബി ബ്ലൂസ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വിനോദങ്ങൾ ചെയ്യുന്നതിലൂടെയോ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ താരതമ്യേന ഇതങ്ങ് മാറിപ്പോകും. ഓക്കെ, ഒരു 1-2 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ് ബേബി ബ്ലൂസ്. രണ്ടാമത്തത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. സാധാരണ ആളുകൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ ബേബി ബ്ലൂ ആയിട്ട് നമ്മൾ വിചാരിക്കാറുണ്ട്. ഓക്കെ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ ബേബി ബ്ലൂസിൽ കണ്ടുവരുന്ന അതേ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ലക്ഷണങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലാണ്. മാത്രമല്ല അത് കുറച്ചധികം കാലം നീണ്ടു നിൽക്കും.
അതായത് ആദ്യത്തെ ആഴ്ചയിൽ കണ്ടു തുടങ്ങി മാസങ്ങളോളം നീണ്ടു നിൽക്കാം. അതിന് കൃത്യമായൊരു ചികിത്സ കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പം വർഷങ്ങളോളം നീണ്ടു നിൽക്കാം. ഇതിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ മൂഡ് സ്വിങ്സ്, പക്ഷെ കുറച്ചും കൂടെ തീവ്രത കൂടിയ മൂഡ് സ്വിങ്സ്, അകാരണമായി കരച്ചിൽ, നമുക്കിങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കും, നമുക്കിങ്ങനെ കരയാൻ തോന്നും, സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ്, പിന്നെ നമുക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, കുഞ്ഞായിട്ടൊരു ബോണ്ട് ഉണ്ടാവില്ല, ഒരു സ്നേഹിക്കാൻ തോന്നില്ല, പിന്നെ ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പിന്നെ എന്താണ് ഇങ്ങനെ റെസ്റ്റ്ലെസ്നെസ് ആണ്. മീൻസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ അങ്ങനെ തോന്നാം. പിന്നെ ഗിൽറ്റി ഫീലിംഗ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ കുഞ്ഞിനെ നോക്കുന്നത് ശരിയാണോ, ഇങ്ങനെയാണോ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ, കുഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, ഞാൻ നോക്കുന്നത് ശരിയാവാഞ്ഞിട്ടാണോ, അങ്ങനെയുള്ള പല പല ചിന്തകൾ. കുറച്ചും കൂടെ തീവ്രത കൂടിയ അവസ്ഥയിൽ കുഞ്ഞിനെ അപായപ്പെടുത്താനും സ്വന്തം ശരീരം അപായപ്പെടുത്താനും മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ആത്മഹത്യ പ്രവണതയും ഇങ്ങനെയുള്ള ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുമ്പോൾ അതൊരു മാനസിക വിഭ്രാന്തിയിലോട്ട്, അത് വളരെ റെയറാണ്, എല്ലാവരിലും അത് കണ്ടുവരുന്നില്ല. പക്ഷേ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അതിന് ഒരു വ്യക്തമായ കൃത്യമായ ചികിത്സയൊന്നും കിട്ടാതെ വരികയാണ്. മുമ്പ് ഒരു ബൈപ്പോളർ ഡിസോർഡർ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇതുപോലെ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകൾക്ക് വ്യക്തമായ കൃത്യമായ ചികിത്സയൊന്നും കിട്ടിയില്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൽ എത്താനും ഉള്ള ഒരു സാധ്യതയുണ്ട്. അത് പക്ഷെ വളരെ റെയറായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൂഡ് സ്വിങ്സ് ഇതൊക്കെ വളരെ തീവ്രതയേറിയത്, അതായത് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള നേച്ചർ, അവർക്ക് ഉറക്കം ഉണ്ടാവില്ല, ചിലപ്പം ഭക്ഷണം തീരെ കഴിക്കില്ല, ചിലപ്പോൾ അമിതമായിട്ട് കഴിക്കും, കുഞ്ഞിനെ തീരെ ശ്രദ്ധിക്കില്ല, കുഞ്ഞിനെ അപായപ്പെടുത്തും, സ്വയം അപായപ്പെടുത്തും, തീവ്രമായ ആത്മഹത്യാ ചിന്തകൾ, പിന്നെ ഇറങ്ങി ഓടുന്ന പോലത്തെ ചിന്തകൾ, പിന്നെ ഇല്ലാത്തത് കാണുന്ന ഹാലൂസിനേഷൻ, ഡെല്യൂഷൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കാണാം. അവർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര റിബലായിരിക്കും, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ അത് വളരെ റെയറാണ്, അതങ്ങനെ അധികം ആളുകളിൽ കണ്ടുവരുന്നില്ല. ബേബി ബ്ലൂ കുറച്ചും കൂടെ കോമൺ ആണ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ഒരവസ്ഥയാണെന്ന്. അല്ല, ഇത് പുരുഷന്മാരിലും കണ്ടുവരുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഓക്കെ, പെറ്റേണൽ ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് പുതിയ അച്ഛന്മാർക്ക് ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും, കുഞ്ഞിനെ എങ്ങനെ നോക്കും, കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ, കുഞ്ഞിനിപ്പോൾ കരയുന്നത് കുഞ്ഞിൻ്റെ അമ്മ ശരിയായ രീതിയിൽ നോക്കാഞ്ഞിട്ടാണ്, അങ്ങനെ പല പല ചിന്തകൾ അച്ഛന്മാർക്കും ഉണ്ടാവില്ല. നമ്മൾ അമ്മമാർ മാത്രമാണ് കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, അച്ഛന്മാർക്കും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അച്ഛന്മാരിലും ഈ ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് ലേഡീസിൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടത്? ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ഇത് നമ്മൾ എത്ര വീട്ടിൽ നിന്ന് കൗൺസിലിങ്ങും സഹായവും കിട്ടിയിട്ടും അവർക്ക് യാതൊരു മാറ്റമില്ല, പിന്നെ തനിക്ക് ഇതുപോലുള്ളൊരു വിഷാദമുണ്ട് എന്ന് സ്വയം അവർ മനസ്സിലാക്കാത്തൊരവസ്ഥ, അവർ ആത്മഹത്യ പ്രേരണ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ചിന്താഗതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുകയാണ്. കുഞ്ഞിനെ തീരെ അവർ ശ്രദ്ധിക്കുന്നില്ല, എന്തിനാ അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും അവർ വ്യക്തമായ രീതിയിൽ ചെയ്യുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും വൈദ്യസഹായം നേടേണ്ടതാണ്. ചിലവർക്ക് കുഞ്ഞ് കൗൺസിലിംഗ്, അതായത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ അല്ല സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലിങ്ങിലൂടെ അത് മാറ്റിയെടുക്കും. ഒരു കുറഞ്ഞ ചില ആളുകൾക്ക് മെഡിസിൻസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് റിവേഴ്സിബിൾ ആണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായ ചികിത്സ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരെ. അടുത്തത് ഹൗ ടു അവോയ്ഡ് ദിസ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കേണ്ടത്? 2 രീതിയിൽ നമുക്കിതിനെ മാറ്റാം. 2 രീതി എന്നല്ല, 2 ഘട്ടമായിട്ട്. ഒന്ന്, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ, അതായത് എന്താണ് ഗർഭം, എങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാവുന്ന ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഗർഭിണിയായ സമയത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് നമ്മളെയും കുഞ്ഞിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, പിന്നെ കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത്, ആ സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ പ്രസവത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ. ചിലവരായിരിക്കും പ്രശ്നമൊന്നുമില്ല, ചിലവർ പല കഥകളുണ്ടാവും, എനിക്ക്
ഞാൻ പെട്ടെന്ന് പ്രസവിച്ചിട്ട് വന്നു, അപ്പം ഇവർ വിചാരിച്ച പോലെ ആയിരിക്കില്ല, ഇവർക്ക് കുറച്ചും കൂടെ പെയിൻ കുറച്ച് കൂടുതലായിരിക്കാം. അപ്പം അവർ വിചാരിക്കാത്ത പോലെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ, ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പം പ്രസവത്തിനെ കുറിച്ചിട്ടും ഗർഭകാലത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പഠനം, പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തിരിക്കണം. അതായത് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. പിന്നെ രണ്ടാമത്തത് ഈറ്റ് ആൻഡ് സ്ലീപ്പ് പ്രോപ്പർലി. ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഹെൽത്തി ഫുഡ് നന്നായിട്ട് കഴിക്കുക. അതുപോലെ ഉറക്കം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം. പിന്നെ മൂന്നാമത്തത് ബി ആക്റ്റീവ്, എക്സസൈസ്. നമ്മൾ ഫുൾ സമയം, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അയ്യോ എന്തോ വലിയ രോഗം വന്ന പോലെയുള്ള നമ്മൾ ചടഞ്ഞു കൂടിയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം പഴയ ചില ആളുകൾ പറയും അലക്ക് അതാക്ക് ഇതാക്ക്. ഓക്കെ, അത് നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ എല്ലാവരും പറയുന്നതായിട്ട് ഒടിച്ചാടി വലിയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കാൻ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ഒരു ആയാസം ഇല്ലാതെ, നമ്മൾക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നാത്ത കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഗാർഡനിങ് ചെയ്യാം, പാട്ട് കേൾക്കാം, കുഞ്ഞു ഡാൻസ് കളിക്കാം. നമ്മളുടെ ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മളുടെ ശരീരം അനുവദിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുക. പിന്നെ മേജർ ലൈഫ് ചേഞ്ചസ് ഒന്നും നമ്മൾ കൊണ്ടുവരരുത്. കാരണം ജോലി മാറ്റുക, നമ്മൾ താമസിക്കുന്ന സ്ഥലം മാറ്റുക, ഒരു ലോൺ എടുക്കുക, പുതിയൊരു വ്യവസായം തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോഴോ പ്രസവശേഷമൊന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ബോത്ത് പാർട്ട്നേഴ്സ്, നമ്മളും നമ്മുടെ പാർട്ട്നേഴ്സും ചെയ്യരുത്. കാരണം നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലോഡ് ഉണ്ടാവും, അല്ലെ, സ്ട്രെസ് ഉണ്ടാവും, ചിന്തയുണ്ടാവും, ഇത് സക്സസ് ആവും, അല്ലെങ്കിൽ പുതിയ ജോലി, പുതിയ സ്ഥലം, അങ്ങനെയുള്ള പല പല ചിന്തകൾ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു സംരംഭം ഒന്നും തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ എ ചൈൽഡ് ബർത്ത്, അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മൾ തയ്യാറെടുക്കണം. അതായത് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളെ പാർട്ട്ണർ, നമ്മുടെ കുടുംബം, എല്ലാവരും മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുപ്പ് ഭയങ്കര ആവശ്യമാണ് ഇതിന്. ഓക്കെ, സപ്പോർട്ട്. നമുക്ക് ഫാമിലിയിൽ നിന്നും നമ്മുടെ പാർട്ട്ണറിൽ നിന്നും ഒരുപാട്, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും എല്ലാവരിൽ നിന്നും നമുക്ക് സപ്പോർട്ട് വേണം. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളുകളോട്, നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യമാണെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. അവരെന്ത് വിചാരിക്കും, അയ്യോ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് തേടിയിരിക്കണം. പിന്നെ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. കുഞ്ഞ് കരയുന്ന സമയത്ത് ഇപ്പം നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഇത് വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാം. പിന്നെ അവർ പണ്ട് ചെയ്ത പോലുള്ള കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ക്ഷീണം ഉണ്ടാവും, പാല് കൊടുക്കുകയാണ്, ക്ഷീണം ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആസിഡിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നന്നായിട്ട് സംസാരിക്കുക, നമ്മൾ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുക. പിന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഗർഭിണിയുടെ അടുത്തും പ്രസവിച്ചൊരു സ്ത്രീയുടെ അടുത്തും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില ആളുകളുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു, നീ അങ്ങനെ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് മറ്റു കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ കുറേ കഥകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മെയിനായിട്ട് ഈ ഗർഭിണീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീൻ്റെ അടുത്തുനിന്നോ പറയാതിരിക്കുക. കാരണം അവർ ഏത് രീതിയിൽ, കാരണം എല്ലാവരും പ്രസവിക്കുകയും കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഇത് എല്ലാം മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല. നമ്മൾ എല്ലാവരുടെ ലൈഫും എല്ലാവരുടെ ഗർഭാവസ്ഥയും കുഞ്ഞ് പ്രസവിച്ചിട്ടുള്ള അവസ്ഥയും വ്യത്യസ്തമാണ്. ഓരോ ആൾക്കും അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പം നമ്മളത് കണ്ട് അനുഭവിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നതേ ഇല്ല. അപ്പം നമ്മൾ അവരെ അവരെ കൂടെ നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ
ചില പ്രസവാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ട്, ഭയങ്കര തിളച്ച വെള്ളത്തിൽ കുളിക്കുക, വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്താണ് എല്ലാം എണ്ണ തേച്ച് കുളിയും ചൂടുവെള്ളത്തിലുള്ള കുളിയും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം, അത് ആ പ്രസവിച്ചൊരു സ്ത്രീക്ക് ബേർഡൻ ആവാത്തൊരു രീതിയിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഇത്രയും ഇതൊക്കെ മനസ്സിലായില്ല, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും പ്രസവിച്ച ഒരാൾ ദുഃഖിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഈ സന്തോഷങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, നമ്മൾ അവർക്ക് എന്താണ് പ്രശ്നം, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുക, അവർക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ, നമുക്കൊരു തണലാവാൻ പറ്റട്ടെ, നമുക്ക് നെഞ്ചോട് ചേർക്കാം അല്ലേ. അപ്പോൾ ആദ്യം പാടിയ പാട്ടിൻ്റെ ബാക്കി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെഞ്ചോട് ഞാൻ ചേർത്തിടാം മഴക്കുരുന്നേ, മിഴി കണ്ണീരു ഞാൻ മായ്ച്ചിടാം മണിവിരലാൽ, ഇന്നെൻ്റെ മൺവീണയിൽ ശ്രുതി